വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആഹാ, എന്താ ഒരു പഞ്ച്! സിനിമ ഡയലോഗ് തോറ്റുപോകും. അങ്ങനെ തമ്മിൽ തല്ലും പരസ്പരം ചെളിവാരി എറിയലുമെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളായി. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ അധികാരമേറ്റു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയുടെ അടി കഴിഞ്ഞപ്പോൾ വകുപ്പ് വിഭജനത്തിൽ അടി മുറുകി. ഇന്നലെ രാവിലെ പ്രൗഢഗംഭീരമായ ചടങ്ങോടെ UDF മന്ത്രിസഭ അധികാരമേറ്റിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുകയാണ്. അതായത് മന്ത്രിസഭയിൽ വകുപ്പില്ലാ മന്ത്രിമാരായി തുടരുന്ന അവസ്ഥ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രധാന വകുപ്പുകളിൽ തീരുമാനമായിട്ടില്ല. ഇതോടെ തലസ്ഥാനത്ത് ഔദ്യോഗിക മന്ത്രിമന്ദിരങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം മന്ത്രിമാരും ഇങ്ങോട്ട് മാറാനോ ഓഫീസുകളിൽ ചുമതലയേൽക്കാനോ തയ്യാറായിട്ടില്ല. വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായ ശേഷം മാത്രം ഔദ്യോഗിക വസതികളിലേക്ക് പ്രവേശിച്ചാൽ മതിയെന്നാണ് ചില മന്ത്രിമാരുടെ നിലപാട്. ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് എടുത്തിട്ട് പകരം ഫിഷറീസ് ലീഗിന് തരാമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം. എന്നാൽ ആ തന്ത്രം കയ്യിലിരിക്കട്ടെ എന്ന് ലീഗ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ലീഗ് തയ്യാറല്ല. ലീഗിന് ഫിഷറീസ് കൊടുക്കുന്നതിൽ ലത്തീൻ സഭയും ധീവര സഭയും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർന്നില്ല, പൊതുമരാമത്ത് വകുപ്പിന് അർഹനായ PK ബഷീർ ഇവിടെ നിൽക്കുമ്പോഴാണോ കുടുംബ മഹാത്മ്യം മാത്രമുള്ള അബ്ദുൽ ഗഫൂറിന് കൊടുക്കുന്നതെന്ന് ലീഗിലെ ഒരു കൂട്ടം. ഫേസ്ബുക്ക് പോസ്റ്റും കമന്റും പ്രതിഷേധവുമൊക്കെ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് വകുപ്പ് വിഭജനം. മന്ത്രിസഭയ്ക്കുള്ളിൽ മാത്രമല്ല ഈ തമ്മിൽ തല്ല്. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന അതേസമയം തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ NGO അസോസിയേഷനും മുസ്ലിം ലീഗ് അനുകൂല സംഘടനയായ SEUവും തമ്മിൽ അടിയായി. ഡയറക്ടറേറ്റിലെ ചട്ടവിരുദ്ധ സ്ഥലം മാറ്റത്തിനുള്ള പട്ടികയുടെ പേരിലാണ് ഇവരുടെ ഏറ്റുമുട്ടൽ. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റം ഒരു പ്രശ്നമായി തുടരുമ്പോൾ ഗൂഗിൾ പേ വഴി പണപ്പിരിവ് നടത്തിയതിന് NGO അസോസിയേഷൻ നേതാവിൽ നിന്ന് വിജിലൻസ് സംഘം അനധികൃത പണം പിടികൂടി. അധികാരമേറ്റതേയുള്ളൂ, അപ്പോഴേക്കും തുടങ്ങി അഴിമതിയും പണപ്പിരിവും ഒക്കെ. വകുപ്പ് വിഭജനവും തമ്മിൽ തല്ലും തുടരുന്നതിനിടെയാണ് അതിനേക്കാൾ കോമഡിയായി മന്ത്രിമന്ദിരങ്ങൾ പങ്കിടുന്നതിലും ഔദ്യോഗിക കാർ നമ്പറുകൾ സ്വന്തമാക്കുന്നതിലും അടുത്ത പിടിവലി. വകുപ്പുകൾ നിശ്ചയിക്കാത്തതിനാൽ ഔദ്യോഗിക വസതികളിലേക്ക് മാറാൻ മടി കാണിക്കുമ്പോഴും ലക്കി നമ്പറുകളും പ്രമുഖ മന്ദിരങ്ങളും വേണമെന്നാണ് പലരുടെയും ആവശ്യം. ജ്യോതിഷവും ഭാഗ്യ നമ്പറുകളുമൊക്കെ നോക്കിയാണ് ഇവിടെ അടി. 13-ാം നമ്പർ കാർ ആർക്കും വേണ്ട, 13 നിർഭാഗ്യ നമ്പറാണത്രേ. ഇതാണോ കോൺഗ്രസ് പറഞ്ഞ ജെൻസി നയങ്ങൾ? ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികാരമേറ്റയുടൻ തന്നെ ആ വമ്പൻ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തി. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപയെ വർദ്ധിപ്പിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കുമെന്നായിരുന്നു VD സതീശൻ അന്ന് പറഞ്ഞിരുന്നത്. അതിലും വാക്കുപാലിച്ചില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകും. UDF സർക്കാർ 26 അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനം. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം 2016 LDF അധികാരത്തിലെത്തുമ്പോൾ 1000 രൂപ മാത്രമായിരുന്ന ഓണറേറിയം ഇപ്പോൾ 9,000 ആണ്. 8,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മുൻ UDF സർക്കാരുകൾ 500 രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത്. LDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്തും ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമായിരുന്നു. KSRTCയിലെ സൗജന്യയാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഒരുപാട് വ്യക്തത വരാനുണ്ട്. മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ഇത്രയും അടിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എന്താകും അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസിനും ഘടകകക്ഷികളും തമ്മിൽ പോലും വിശ്വാസമില്ല. എന്തിന്? അന്ധവിശ്വാസമല്ലാതെ അവർക്ക് അവരിൽ പോലും ഒരു വിശ്വാസമില്ല.